േക്കാളും അങ്ങയോടാണിട്ടം. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, മറേ ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർണ്ണമായത്. പല തമാശയും റസൂലുള്ള പറയാറുണ്ടായിരുന്നു മറിനോട്. പല കാര്യങ്ങളും ഉമറിന്റെ തീരുമാനത്തിന് റസൂലുള്ള നിൽക്കാറുണ്ടായിരുന്നു. വലിയ സ്നേഹബന്ധമായിരുന്നു. ഹബീബിന് ലോകത്തുണ്ടാവുകയില്ലെന്ന് കേട്ടപ്പോ ഉമറിന്റെ മനസ്സ് മാറിപ്പോയി. എല്ലാവരും നോക്കി നിൽക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് ഉമർ വരുന്നത്. നേരെ റൂമിലേക്ക് കയറിയിട്ട് റൂമിൽ വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് തുണയുയർത്തിയിട്ടതാ കൊരിഞ്ഞു തന്നുകൊണ്ട് ഉമർ ചുംബിക്കുകയാണ്. ഇടത്തും വലത്തും കവിളിൽ മാറി മാറി ചുംബിക്കുകയാണ്. നെറ്റിടത്തിടത്തിൽ മാറി മാറി ചുംബിക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളത്തിലൂടെ ഉമറിന്റെ കണ്ണുനീർ റസൂലുള്ളാഹിന്റെ കവിളത്തിലൂടെ പോലും ഒഴുകാൻ തുടങ്ങി. ആളുകൾ പിടിച്ചു മാറ്റി. ഉമറിനെ പിടിച്ചു മാറ്റിയപ്പോ അരയിൽ നിന്ന് വാളെന്ന് വലിച്ചൂരിയിട്ട് പറഞ്ഞുവിടോ, എന്റെ റസൂൽ വഫാത്തായിട്ടില്ല. റസൂലുള്ള ഉറങ്ങുകയാണ്. റസൂലുള്ള കണ്ണടച്ചുറങ്ങുകയാണ്. ഒരു പിതാവ് മരിച്ചെടുത്ത് വന്നിട്ട് ഒരു ചെറിയ പിഞ്ചുകുട്ടി പറയുന്ന പോലെ, ഉപ്പ എഴുന്നേൽക്കുപ്പ, എനിക്ക് മിഠായി വാങ്ങിത്തരാൻ വരൂ. ഉപ്പ എഴുന്നേൽക്കുപ്പ, നിങ്ങൾ എത്ര സമമായ ഉറങ്ങുന്നുവെന്ന് ഒരു ചെറിയ കുട്ടി പറയുന്ന പോലെ തന്റെ ഇടമുള്ള സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബ, റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല. അല്പസമയം കഴിഞ്ഞാൽ റസൂലുള്ളാഹി എഴുന്നേൽക്കും. സഹാബ, റസൂലുള്ളാഹി വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാളുകൊണ്ട് ഉമർ അവന്റെ തല തെറിപ്പിച്ചു കളയും സഹാബ എന്ന് പറഞ്ഞു ഉമർ ഓടി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരുന്നത്. സിദ്ദീഖ് വന്നപ്പോഴാണ് അന്തരീക്ഷം ശാന്തമായത്. ഉമറിനെ പേടിച്ചിട്ട് ആരും മിണ്ടുന്നില്ല. ഉമർ പറഞ്ഞാൽ അത് നടപ്പിൽ വരുത്തും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് ഒരൊറ്റ പ്രസംഗം, അലാ മൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് അലാ മൻ കാന യഅ്ബുദു മുഹമ്മദ് ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ റബ്ബ് ജീവിച്ചിരിക്കുന്നുണ്ട്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് മരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞ ബോധമുണ്ടായത്. വല്ലാത്തൊരു രംഗമായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ വഫാത്താകാൻ പോകുന്ന സമയത്ത് തന്റെ മകനായ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞത്, അബ്ദുള്ള, ഞാൻ ഈ ലോകത്തിൽ മരിക്കും, എനിക്കൊരാഗ്രഹമുണ്ട്, മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് കിടക്കണമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചാലൊന്നുമില്ലെന്ന് പറയുന്നവരെ നിന്റെ തല കൊണ്ട്, നിന്റെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കോ. സയ്യിദുനാ ഉമറാണ് പറയുന്നത്, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി കിടക്കണം. അത് ആയിഷയുടെ സ്ഥലമാണ്. മോനെ ആയിഷയോടൊന്ന് ചെന്നിട്ട് ഉപ്പാക്ക് ആ സ്ഥലം ഒന്ന് വിട്ടുതരുമോ എന്ന് ചോദിച്ചു നോക്ക്. ആയിഷാ ബീവി ആ ചോദ്യത്തിന് മുമ്പിൽ കുടുങ്ങിപ്പോയി. ആയിഷാ ബീവി വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയത്. ആയിഷാ ബീവി ദൂരത്തേക്ക് പോയത്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രമൊന്നും പറയാൻ സമയമില്ല, സമയം വൈകിയിട്ടുണ്ട്. തുടങ്ങാൻ വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി വഫാത്തായപ്പോൾ ബിലാൽ നാട് വിട്ടുപോയി. റസൂലുള്ളാഹില്ലാത്ത നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങു കൊടുക്കൂല. ശിർക്കാന്ന് പറയണ്ടായിരുന്നു. സ്നേഹം. റസൂലുള്ളാഹില്ലാത്ത നാട്ടിൽ ഞാൻ വാങ്ങു കൊടുക്കൂല. അബൂബക്കർ പറഞ്ഞു, ബിലാലെ നിങ്ങൾ പോകരുത്, ബിലാൽ പറഞ്ഞു, റസൂലുള്ളാഹില്ലാത്ത പള്ളിയിൽ ഞാൻ ബാങ്ക് കൊടുത്തില്ല അബൂബക്കറെ, നിങ്ങൾ മറ്റാരെങ്കിലും നിശ്ചയിച്ചേക്ക്, ഞാനില്ല. റസൂലുള്ളാഹില്ലാത്ത മദീനയിലും ഞാനില്ല. ബിലാൽ പോയി കളഞ്ഞു. റളിയല്ലാഹു അൻഹു. എന്തൊരു സ്നേഹമാണ് റസൂലുള്ളാഹി കൊടുത്തത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തിരിച്ചു വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞത്, യാ സയ്യിദി ബിലാൽ, എന്റെ നേതാവേ ബിലാലെ, അങ്ങൊന്ന് ബാങ്ക് കൊടുക്കുമോ? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ബാങ്കൊന്ന് കേൾക്കാനാണ്. ബിലാൽ പറഞ്ഞു, ഞാൻ
കൊടുക്കില്ല ഖലീഫയെ അങ്ങനെ നിർബന്ധിപ്പിക്കരുത്. മദീനക്കാർ മുഴുവൻ ആവശ്യപ്പെട്ടു. ആ നിർബന്ധത്തിന് മുന്നിൽ ബിലാൽ വണങ്ങേണ്ടി വന്നു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ആദ്യത്തെ ബാങ്കാണ്, റസൂലുള്ളാഹി ഇല്ലാത്ത ആദ്യത്തെ ബാങ്കാണ്. സയ്യിദുനാ ബിലാൽ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളയുടെ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അടുത്ത് നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. തക്ബീർ കേട്ടപ്പോഴേക്ക് മദീന നിവാസികൾ ബാക്കിയുള്ളവർ ഓടി വരാൻ തുടങ്ങി. റസൂലുള്ളാഹി തിരിച്ചു വന്നാണ് അവർക്ക് തോന്നിയത്. റസൂലുള്ളാഹിന്റെ കാലത്ത് കേട്ട ബാങ്കാണ്. എല്ലാവരും ഓടി വരാൻ തുടങ്ങി. പള്ളിക്ക് ചുറ്റുഭാഗത്തും ആളുകൾ തടിച്ചുകൂടി ബിലാലിന്റെ ബാങ്ക് കേൾക്കാൻ. റസൂലുള്ളാഹി തിരിച്ചു വന്നൊരു പ്രതീതി. ബിലാൽ ബാങ്ക് തുടർന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു തീർക്കാൻ ബിലാലിന് കഴിഞ്ഞില്ല. മദീന പൊട്ടിക്കരച്ചിലായി. ബിലാലിന്റെ ശബ്ദമിടറി. ബിലാൽ ബാങ്ക് നിർത്തി. അതിനുശേഷം ഖലീഫ ബിലാലിനോട് ബാങ്ക് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. സ്നേഹമായിരുന്നു എന്റെ സഹോദര, അത് ഖൽബിൽ തട്ടിയ സ്നേഹമായിരുന്നത്. അതാ നമുക്ക് വേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്കുണ്ടാകരുത്. അത് ലോകത്തെ എല്ലാവരും അതിനെതിരായി നിന്നാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്നേഹം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റിളവാന തെരി ജന്നത്ത് മേ മേരാ ജി നഹീ ലഗ്താ മൈ തോ യഹാ ഗുംബദ് ഖസറാ നഹീ ദേഖാ. റിളവാനെ നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക്, റിളവാനെ നിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടം എനിക്ക് നീ തുറന്നു തരണ്ട. അല്ലാഹു ഖബാല പാടിയതാണ്. റിളവാന തെരി റസൂലുള്ളാഹിനെ വല്ലാത്ത സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പാടിയത് മുഴുവൻ റസൂലുള്ളാഹിനെ കുറിച്ചാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, 20-ാം നൂറ്റാണ്ടിന്റെ തത്വചിന്തകനാണ് ബിലാൽ. പാടുന്നത് മുഴുവൻ റസൂലുള്ളാഹിനെ കുറിച്ചാ. നമ്മൾ പാടാറുള്ളതോ അമ്മായി പരത്തി വെച്ച അപ്പത്തരത്വത്തെ കുറിച്ച്. അണിഞ്ഞൊരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ വരെ ശരീരത്തിന്റെ അവയവങ്ങൾ വിളിച്ചു വർണ്ണിക്കുന്ന തമ്മാടിത്തരത്തിന്റെ പാട്ടല്ലേ വിവാഹത്തിന്റെ വേളകളിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് പാടാറുള്ളത്? എന്ത് ഇസ്ലാമാണ്, എന്ത് മുസ്ലിമാൻ, എന്ത് റസൂലുള്ളാഹിന്റെ ആളാണെന്ന എന്തൊരു അഹന്തയാണ് നമ്മൾ നടിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കണ്ട ഇതൊരു ചെറിയ കാര്യമാണെന്ന് വിചാരിക്കണ്ട. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ 12 ദിവസത്തെ പരിപാടി കൊണ്ട് ഈ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഹറാമിന്റെ തമ്മാടിത്തരത്തിന്റെ പാട്ടുണ്ടാകരുത്. ഇതാണ് ഈ 11 ദിവസത്തിന്റെ സന്ദേശം. അതെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ടാൽ ഈ നെഞ്ച് പൊട്ടിച്ചത് വിജയമായി, ഈ തൊണ്ട വലിച്ചു കീറിയത് വിജയമായി, ഈ നാവ് ചലിച്ചത് വിജയമായി, നിങ്ങൾ ഈ 12 ദിവസവും ഈ സദസ്സിലേക്ക് ഓടി വന്നത് വിജയമായി. നമ്മളൊക്കെ പേരിലല്ലേ അത് ദീനെന്ന് പറഞ്ഞാൽ മുല്ലാരോട് പറയും, മുല്ലാർ പള്ളിയിലെ പണിയെടുത്താൽ മതി, മറ്റു ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയെ സ്നേഹിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനിപ്പിക്കാൻ സമയം വൈകിയിട്ടുണ്ട്. തുടങ്ങാൻ വൈകിയതാണ് അതിന്റെ കാരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഇത്ര അനുകൂലമായി ഈ സാഹചര്യം സംസാരിക്കാൻ ഒരുക്കി തരുമെന്ന് നമ്മൾ പോലും വിചാരിക്കാത്തതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസവും നമുക്ക് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകി. ഇതുപോലെ അടുത്ത വർഷങ്ങളിലും അടുത്ത ദിവസവും നമുക്ക് സംസാരിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ആരുടെയും നില ഗുരുതരമാക്കല്ല തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീഖ് നൽകുന്നു. പടച്ചോനെ, ഞങ്ങൾക്കൊരു വേദനയാണ്. അവർക്ക് നീ എന്താണ് ഇതിൽ ഖൈർ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരാണ് പടച്ചോനെ, ഞങ്ങളുടെ ഉമ്മമാരാണ് പടച്ച റബ്ബേ, അവർക്ക് നീ സുഖം നൽകണമേ തമ്പുരാനെ. ഇവർക്ക് നീ സുഖം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിൽ വിഷമിക്കേണ്ടതില്ല. യുദ്ധത്തിന് പോയപ്പോഴാണ് ജീവൻ പോയത്. കാരണം യുദ്ധം അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ആ ജീവൻ പോയതും കഴുത്തറക്കപ്പെട്ടതും റബ്ബിന് സാക്ഷിയാകും. അല്ലാഹുവേ, പടച്ച റബ്ബേ, അതുപോലെ ഈ കാലഘട്ടത്തിൽ വാഗനൊന്നും ദീനി കേൾക്കാൻ പാടില്ലാത്ത കാലഘട്ടത്തിൽ ആവേശത്തോടെ നടന്നു വന്ന ഉമ്മമാരാണ് പടച്ചോനെ. അവരുടെ പരിക്കാഹരത്തിലേക്ക് നീ സാക്ഷിയാക്കി മാറ്റിക്കൊടുക്കണമേ അല്ലാഹുവേ. ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. മറിച്ചൊന്നും ഞങ്ങളെ നീ കേൾപ്പിക്കല്ല തമ്പുരാനെ. മറിച്ചൊന്നും ഞങ്ങളെ നീ കേൾപ്പിക്കല്ല റബ്ബേ. മറിച്ചൊന്നും ഞങ്ങളെ നീ കേൾപ്പിക്കല്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഈ സദസ്സിൽ വെച്ച് പറയുന്ന ആമീൻ നീ കബൂൽ ചെയ്യണേ.
ശരീരത്തിന്റെ എല്ലാ അവയവവും തന്നത് നീയാണ്. അതുള്ള സ്ഥലത്ത് ഫിറ്റ് ചെയ്തതും നീയാണ്. കാല് നീ തലയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കാല് തലയിലാകുന്നത്. പഠിച്ചോനെ, അതിനെന്തെങ്കിലും കേടുപറ്റിയാൽ അത് ശരിപ്പെടുത്താൻ നിനക്കേ കഴിയും. അള്ളാഹുവേ, ആ 4 ഉമ്മ ഞങ്ങളെക്കാളും ഉത്തമരാണ്. ഞങ്ങൾക്കൊരു തെളിവുമില്ല ഇതൊന്നും അവതരിപ്പിക്കാൻ ശരീരത്തിൽ. അവർക്ക് ഇവരുടെ ശരീരത്തിൽ ഒരു രേഖയുണ്ടാക്കി പഠിച്ചോനെ പെട്ടെന്ന് സുഖപ്പെടുത്തല്ലോ, പെട്ടെന്ന് സുഖപ്പെടുത്ത റബ്ബേ. ഈ സദസ്സിന്റെ ആഗ്രഹത്തിനെതിരായി പഠിച്ച റബ്ബേ ഒരു വിധി ഉണ്ടായെന്ന് കേൾക്കാനുള്ള അവസരം നീ ഉണ്ടാക്കല്ല തമ്പുരാനെ. അതേപോലെ ഒരു സഹോദരി സദസ്സിലേക്ക് വന്നപ്പോ മഴ പെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എന്താ അറിയില്ല. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد.